Assalamualaikum. Welcome to my channel Bake with Shinsi. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ് ഡോണറ്റ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിലായാലും ബേക്കറീസിലായാലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ നമുക്കിതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഡോണറ്റിന് വേണ്ടിയിട്ട് നമുക്ക് 2 മുട്ടയാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് പാലാണ്. അപ്പോൾ പാലൊന്ന് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിലിൻ്റെ പകരം ബട്ടർ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഡ്രൈ ഈസ്റ്റ് ആണ്. പിന്നെ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഷുഗറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് വാനില എസൻസ് ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ബാറ്ററിയോട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈദ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മൈദ ആഡ് ചെയ്തതിന് ശേഷം നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മാവ് പോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്കിതൊരു മാവ് പോലെ കുഴച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ 15 മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. നമുക്കിത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇതിൽ നിന്ന് വേണം നമുക്ക് ഡോണറ്റിനുള്ള ഷേപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി മാവൊക്കെ പരത്തിയിട്ട് അതിൽ നിന്ന് വേണം നമ്മൾ ഡോണറ്റ്സിനുള്ള ഷേപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ബാറ്ററിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഭയങ്കര നൈസായിട്ട് പരത്തരുത്, നമുക്ക് കുറച്ച് തിക്നെസ് വേണം. അപ്പം ആ ഒരു പാകത്തിന് വേണ്ടിയിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കണം. അതുപോലെ ഭയങ്കര തിന്നാവാൻ പാടില്ല. കുറച്ചൊക്കെ ഒരു തിക്നെസ്സിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇനി ഞാനിവിടെ ഡോണറ്റിൻ്റെ കട്ടർ വെച്ചിട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു ടോപ്പ് വെച്ചിട്ടൊക്കെ ഇത് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഡോണറ്റ്സ് നമുക്ക് ഷേപ്പ് ചെയ്ത് കിട്ടുന്നതാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഡോണറ്റ്സ് ഒക്കെ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്താലേ നമ്മുടെ ഡോണറ്റ് നന്നായിട്ടൊന്ന് പൊന്തി വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഓയിലൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള
ഡോണറ്റ്സ് നമുക്ക് ഫ്രൈ ചെയ്യാം. നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മളുടെ ഡോണറ്റ്സ് ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ കളർ ആയാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ഡോണറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ്. നമുക്കിതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഡോണറ്റ്സ് കൂടെ നമുക്കൊന്ന് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ ഒന്നിട്ട് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഡോണറ്റ്സ് നമുക്ക് അതിലും ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ഡോണറ്റ് റെസിപ്പി ആണിത്. അപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്. അങ്ങനെ ഡോണറ്റ്സ് ഉണ്ടാക്കിയതിന് ശേഷം വന്നിട്ടുള്ള കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതുപോലെ ബോൾസ് ആക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തു. എന്നിട്ട് ഹണിയിലും അതുപോലെ തന്നെ നട്ട്സും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തതാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.